ഹായ് ഓൾ, വെൽക്കം ടു ലൂമോസ് അക്കാഡമി. ഇപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. സ്വന്തമായി ബേർഡ് അറ്റ്ലസ് പുറത്തിറക്കുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഗോവ. ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ സ്വന്തമായി ബേർഡ് അറ്റ്ലസ് പുറത്തിറക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം, രണ്ടാമത്തേത് ഗോവ. അടുത്തിടെ അർബുദ ചികിത്സയ്ക്കായി പ്രതിരോധ കോശങ്ങളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? IIT ബോംബെ. അടുത്തിടെ അർബുദ ചികിത്സയ്ക്കായി പ്രതിരോധ കോശങ്ങളെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്ഥാപനമാണ് IIT ബോംബെ. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനാണ് ഹ്യൂ ഗാൻസർ. ഇദ്ദേഹം 2025 പത്മശ്രീ ജേതാവും കൂടിയാണ്. മരണാനന്തരമാണ് ലഭിക്കുന്നത്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ ഹ്യൂ ഗാൻസർ. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം ലഭിച്ച പ്രശസ്ത എഴുത്തുകാരിയും ഫോട്ടോഗ്രാഫറുമായ പത്മശ്രീ പുരസ്കാര ജേതാവ് പെപിത സേത്ത്. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം ലഭിച്ച പ്രശസ്ത എഴുത്തുകാരിയും ഫോട്ടോഗ്രാഫറുമായ പത്മശ്രീ പുരസ്കാര ജേതാവ് പെപിത സേത്ത്. പത്മശ്രീ ലഭിച്ചത് 2012 പെപിത സേത്തിന്റെ പുസ്തകമാണ് ഹെവൻ ഓൺ എർത്ത്, ദ യൂണിവേഴ്സ് ഓഫ് കേരളാസ് ഗുരുവായൂർ ടെമ്പിൾ. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് പെപിത സേത്ത് രചിച്ച പുസ്തകമാണ് ഹെവൻ ഓൺ എർത്ത്, ദ യൂണിവേഴ്സ് ഓഫ് കേരളാസ് ഗുരുവായൂർ ടെമ്പിൾ. റെയിൽവേ സേവനങ്ങൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? റെയിൽ വൺ. റെയിൽവേ സേവനങ്ങൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ആപ്പ് റെയിൽ വൺ. റെയിൽ വൺ ആപ്പ് വരുന്നതോടെ നിലവിലുള്ള UTS ആപ്പ് നിർത്തലാക്കപ്പെടും. കേരളത്തിൽ 500 മെഗാവാട്ട് ശേഷിയുള്ള ആദ്യത്തെ വലിയ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അഥവാ ബെസ് നിലവിൽ വരുന്നത് എവിടെയാണ്? എറണാകുളത്തെ ബ്രഹ്മപുരത്താണ് വരുന്നത്. കേരളത്തിലെ 500 മെഗാവാട്ട് ശേഷിയുള്ള ആദ്യത്തെ വലിയ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അഥവാ ബെസ് നിലവിൽ വരുന്നത് ബ്രഹ്മപുരം. ബെസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പകൽ സമയത്ത് സോളാർ പാനലിൽ നിന്നും മറ്റും അധിക വൈദ്യുതി വലിയ ബാറ്ററികളിൽ ശേഖരിക്കുകയും വൈദ്യുതി ഉപഭോഗം കൂടുന്ന രാത്രി സമയങ്ങളിൽ അത് തിരികെ ഗ്രിഡിലേക്ക് നൽകുകയും ചെയ്യുന്നു. കേരളത്തിൽ 500 മെഗാവാട്ട് ശേഷിയുള്ള ആദ്യത്തെ വലിയ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് ബ്രഹ്മപുരം. 2025-26 സന്തോഷ് ട്രോഫി ജേതാക്കളായത് സർവീസസിന്റെ 8ാമത്തെ സന്തോഷ് ട്രോഫി കിരീടമാണ്. റണ്ണറപ്പ് ആയത് കേരളം. കേരളത്തിന് 7 തവണയാണ് സന്തോഷ് ട്രോഫി കിരീടം ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി ജേതാക്കളായിട്ടുള്ളത് വെസ്റ്റ് ബംഗാൾ ആണ്. 33 തവണയാണ് ആയിട്ടുള്ളത്. ദേശീയപാതകളിലെ തകരാറുകൾ, റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളിലെ കുറവുകൾ എന്നിവയെക്കുറിച്ച് പരാതിപ്പെടാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഔദ്യോഗിക ആപ്പാണ് രാജ്മാർഗ് യാത്ര. എന്താണ്? ദേശീയപാതകളിലെ തകരാറുകൾ, റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങളിലെ കുറവുകൾ എന്നിവയെക്കുറിച്ച് പരാതിപ്പെടാൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഔദ്യോഗിക ആപ്പ് രാജ്മാർഗ് യാത്ര. 2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. റണ്ണറപ്പ് ആയത് ഇംഗ്ലണ്ട്. ഇതില് മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശിയാണ് മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്കായി ആരംഭിച്ച സമഗ്ര ആരോഗ്യ പദ്ധതി അക്ഷരം ആരോഗ്യം. കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്കായി ആരംഭിച്ച സമഗ്ര ആരോഗ്യ പദ്ധതി അക്ഷരം ആരോഗ്യം. കുട്ടികളുടെ ആരോഗ്യം, വിവിധ ചികിത്സാ പദ്ധതികളും അറിയാൻ വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറാണ് 104. ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ മലയാളി ലോങ് ജമ്പ് താരം ആൻസി സോജൻ. ആൻസി സോജനാണ് ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടുന്ന മലയാളി ലോങ് ജമ്പ് താരം. സ്വർണ്ണ മെഡലും ദേശീയ റെക്കോർഡും കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം തേജസ്വിൻ ശങ്കർ. സ്വർണ്ണ മെഡലും ദേശീയ റെക്കോർഡും നേടിയത് തേജസ്വിൻ ശങ്കർ. വെങ്കലം നേടിയ മലയാളി ലോങ് ജമ്പ് താരം ആൻസി സോജൻ. ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ചൈനയിലെ ടിയാൻജിൻ. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി, അവിടെ വനിതാ എന്നും കൂടി ഉണ്ട്. വനിതാ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് സുനേത്ര പവാർ.
ബരാമതിയിലെ വിമാനാപകടത്തിൽ അന്തരിച്ച മുൻ ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ഭാര്യയാണ് സുനേത്ര പവാർ. മുൻ രാജ്യസഭ MP ആയിരുന്നു. മഹാരാഷ്ട്രയിലെ CM ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് മഹാരാഷ്ട്ര CM. കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്കായി ആരംഭിച്ച സമഗ്ര ആരോഗ്യ പദ്ധതി അക്ഷരം ആരോഗ്യം. ഏഷ്യൻ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടുന്ന മലയാളി ലോങ് ജമ്പ് താരം ആൻസി സോജൻ. സ്വർണ്ണ മെഡൽ നേടിയത് തേജസ്വിൻ ശങ്കർ. തേജസ്വിൻ ശങ്കറിന്റെ വിഭാഗം ഏതാണ്? ഹെപ്റ്റാത്തലോൺ. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് സുനേത്ര പവാർ. 2026 സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഇന്ത്യ. പരാജയപ്പെടുത്തിയത് ബംഗ്ലാദേശിനെയാണ്. വേദിയായത് നേപ്പാളിലെ പൊക്കാറോ രംഗശാല സ്റ്റേഡിയം. മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം മുന്നി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. താങ്ക് യു.